പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ട കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിവിളയിലാണ് കാർഷിക വിപണന കേന്ദ്രം ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി പണിത കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. 2022 മുതൽ കെട്ടിടമുറികൾ ആർക്കും വാടകയ്ക്ക് നൽകിയിട്ടില്ല. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി തയ്യാറാക്കിയ റിപ്പോർട്ട് പാഴായ പണം. 50 വർഷത്തോളം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ്, ഈ നെല്ലിവിളയിലാണ്. 2022 ശേഷം ഒരു കടമുറി പോലും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. എല്ലാ കെട്ടിടങ്ങളും ഇങ്ങനെ പാഴായി കിടക്കുകയാണ്. അഞ്ച് പതിറ്റാണ്ട് മുമ്പ് സമീപവാസിയും പ്രദേശത്തെ സ്കൂൾ പ്രധാന അധ്യാപകനുമായ ചെല്ലപ്പനാണ് കാർഷിക വിപണന കേന്ദ്രത്തിനായി 22 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയത്. 2022 വരെ നല്ല രീതിയിൽ കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവസ്ഥ അങ്ങനെയല്ല. 3 വർഷമായി കടമുറികൾ അടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. പൊതുജനത്തിന്റെ പണമാണ് ഇങ്ങനെ നശിക്കുന്നത്. ഇവിടെ ചായക്കട ഉണ്ടായിരുന്നു, പാത്രക്കട, വൈക്കോല്, മരിച്ചിനി, ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒഴിപ്പിച്ചതാണ്. വേസ്റ്റ് പൊടിക്കുന്ന ഒരു മെഷീൻ കൊണ്ടുവയ്ക്കാൻ വന്നു. അത് തടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം ഒഴിപ്പിച്ചത്. ഒരു കാര്യമില്ല. അത് അപ്പുറത്ത് കാട് പിടിച്ച പുല്ല് എല്ലാം രണ്ടാമത്തെ പുല്ല് പൊടിച്ച് നിന്നതാണ്. ഇപ്പോഴൊന്ന് വൃത്തിയാക്കി ഇതെല്ലാം ഇവിടെ എല്ലാം കാടായിരുന്നതാണ്. പിന്നെ ആര് വന്നാലും കൊടുക്കൂല. പിന്നെ ഗുണ്ടായുസ് നടത്തി ഇവിടെ ഒരു പരിസ്ഥിതി കട ഉണ്ടായിരുന്നു. ഒരു കോൺട്രാക്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ബലാത്കാരം അടിച്ചു പൊട്ടിക്കും, ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു ഇതിലാണ് ആ ബലാത്കാരനായ രവിയെ പുറത്താക്കിയത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസ് മാത്രമേ ഇപ്പോൾ പ്രവർത്തനമുള്ളൂ. അടങ്ങിക്കിടക്കുന്ന കെട്ടിടത്തിന്റെ പെയിന്റ് അടിച്ചു പോകുന്ന ചടങ്ങ് കൃത്യമായി നടക്കാറുണ്ട്. പക്ഷേ കെട്ടിടത്തിന്റെ അകത്ത് കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ വലയും ചിതലും കയറി കാടുമൂടി കിടക്കുകയാണ്. 2006 മുതൽ 2022 വരെ ഇതിലെ കടമുറി വാടകയ്ക്കെടുത്ത് ഉപയോഗിച്ചിരുന്നയാളാണ് ഭിന്നശേഷിക്കാരനായ രവി പി. 2022 അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്താക്കിയത്. വർഷം 3 കഴിഞ്ഞു. ഇതുവരെ കടമുറി തിരികെ ലഭിച്ചിട്ടില്ല. 2022 ജനുവരിയിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പൊടിക്കുന്ന മെഷീൻ വയ്ക്കാൻ വന്നു എന്ന് പറഞ്ഞൊരു മെമ്പർ, അന്നത്തെ വാർഡ് മെമ്പറും എല്ലാ ഉദ്യോഗസ്ഥരും കൂടെയൊക്കെ വന്നു. ആരോ എതിർത്തതിന് എൻ്റെ തലയിൽ കൊണ്ടുവച്ച് ഞാൻ വികസന വിരോധി എന്നുള്ള നിലയിൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുക അന്നത്തെ ഭരണസമിതിയുടെ തീരുമാനമെന്നാണ് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് 22 മാർച്ചിൽ അവർ ലേലം ചെയ്തില്ല. ഞാൻ 24 വരെ ഇതിനകത്തിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ അന്ന് എൻ്റെ സാധനങ്ങളൊക്കെ ഒരു കോൺട്രാക്ടർ മണ്ണയ്ക്കൽ ജയരാജൻ എന്ന് പറയുന്ന ഒരാൾ ഇതെല്ലാം അടിച്ചു പൊളിച്ചു, പൂട്ടൊക്കെ അടിച്ചു പൊളിച്ചു. അതിനകത്തിരുന്ന ഗുളികയും മരുന്ന് എൻ്റെ തുണികളെല്ലാം വാരി പുറത്തിടാൻ ശ്രമിച്ചു. പരാതികൾ ജനകീയ പ്രതിഷേധങ്ങളായി മാറിയതോടെ കെട്ടിടങ്ങളെ മൂടിയ വള്ളിപ്പടർപ്പുകൾ മാറ്റി. കെട്ടിടങ്ങൾക്ക് പുതിയ മേൽക്കൂരയും ഇട്ടു. പക്ഷേ കെട്ടിടമുറികൾ ഇന്നും അടങ്ങി തന്നെ. പല ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇങ്ങനെ പാഴായി കിടക്കുന്നത്. ഇതിലൂടെ നഷ്ടമായത് പഞ്ചായത്തിലേക്കുള്ള പ്രധാന വരുമാന മാർഗം കൂടിയാണ്. അരുണ സാറിനൊപ്പം ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.